മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ പ്രവർത്തകരും MLA-മാരും പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം സത്യാഗ്രഹ സമരം നടത്തി. ഏകദിന സത്യാഗ്രഹമായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന തുറന്നു കാട്ടുന്നതായിരുന്നു സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പങ്കെടുത്തു മുഖ്യമന്ത്രി. അദ്ദേഹം വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടവേളയിൽ അദ്ദേഹം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച ഒരു കപ്പ്, ആ കപ്പിൻ്റെ ഫോട്ടോയും മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്നതിൻ്റെയും ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം. അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഇപ്പോൾ വലിയ ചർച്ചയാണ്, വൈറലാണ്. ആ വാചകം ഇങ്ങനെയാണ്: ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് വെച്ചാൽ അതിർത്തികളില്ലാത്ത, ഉപാധിയില്ലാത്ത സ്നേഹം. ഇതാണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിജീവിത എഴുതി വെച്ച ഒരു വാചകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിത അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു വാചകം. ആ വാചകമാണ് മുഖ്യമന്ത്രി താൻ വെള്ളം കുടിക്കുന്ന കപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ചർച്ചയാകും. കഴിഞ്ഞ ദിവസം അതിജീവിത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് ശേഷം. ഇംഗ്ലീഷിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്. പ്രേക്ഷകർക്ക് അതിൻ്റെ ഇംഗ്ലീഷും കാണാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും വഞ്ചനകളും അതിജീവിക്കാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ എന്താണ് നടന്നതെന്ന് നീ കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായി. സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തിരഞ്ഞെടുത്തതിന്, വിശ്വസിച്ചതിന് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവർ മുക്തരാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കണ്ണുനീർ സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും. നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നമ്മളിനിയും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകും. അതിനുശേഷം എഴുതുന്നു, കുഞ്ഞാറ്റ, അമ്മ ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന്. ആ വാചകമാണ് ഇന്ന് മുഖ്യമന്ത്രി തൻ്റെ കപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ആ ഫോട്ടോയും കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ അതിജീവിത. അതിന് മുകളിൽ ഒരു കുറിപ്പ് വളരെ ചെറിയ വാചകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആ കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന്. എന്താണ്? ഒന്നും കൂടി വായിക്കാം. ആ കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവൻ്റെ തുടിപ്പുണ്ട് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് കുഞ്ഞാറ്റ? ഗർഭചിത്രത്തിന് ഇരയാകേണ്ടി വന്ന ആ കുഞ്ഞ്, ആ ഭ്രൂണത്തെയാണ് അവർ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്നത്. വൈകാരികമായ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്.